നമസ്കാരം. കാണരുതേ എന്ന് നമ്മളെല്ലാവരും ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു കാഴ്ച കാണേണ്ടി വരുന്ന സമയമാണിത്. കേരളം ഒറ്റ ഹൃദയത്തോടെ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അർജുനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ സത്യം എന്തായിരിക്കുമെന്ന് അർജുൻ്റെ കുടുംബത്തിന് നേരത്തെ തന്നെ ഒരു ബോധ്യമുണ്ടായിരുന്നിരിക്കാം. എങ്കിലും ഈ കഴിഞ്ഞുപോയ 10 ദിവസങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ തിരിച്ചെത്തിയേക്കും എന്ന പ്രതീക്ഷയിലാണ് ആ കുടുംബം ജീവിച്ചത്. ഇവിടെ ഒരു കാര്യം അപഗ്രഥിക്കുന്നത് നല്ലതാണ്. പ്രതീക്ഷകൾ 2 തരത്തിലുണ്ട്. ഒന്ന് പ്രായോഗിക പ്രതീക്ഷ, മറ്റൊന്ന് അപ്രായോഗിക പ്രതീക്ഷ. അപ്രായോഗികമായ കപട പ്രതീക്ഷകൾക്ക് ഇംഗ്ലീഷിൽ ഒരു നല്ല വാക്കുണ്ട്, സ്യൂഡോ ഹോപ്പ് എന്നാണ്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി അർജുൻ തിരിച്ചു വരില്ല എന്ന സത്യം ചാനലിൻ്റെ വളർച്ചയെ പ്രതി മറച്ചു പിടിച്ച് വാർത്ത കൊടുത്താൽ ആ ചാനൽ കൊടുത്തത് സ്യൂഡോ ഹോപ്പാണ്. ഒരപ്പനോട് അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് നമുക്ക് നേരിട്ട് പറയുക പ്രയാസമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ കുടുംബത്തെ ഒരുക്കിയെടുക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ച സ്യൂഡോ ഹോപ്പാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ കുടുംബത്തെ പോയി സന്ദർശിക്കുന്നതിൽ തെറ്റില്ല. പച്ചയ്ക്ക് നിങ്ങളുടെ മകൻ ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് മടുപ്പിക്കുകയും വേണ്ട. പക്ഷേ കേരളത്തെ മുഴുവൻ സ്യൂഡോ ഹോപ്പ് ഇട്ട് പിടിച്ചു നിർത്തുന്നതിൽ കാര്യവുമില്ല. സ്യൂഡോ ഹോപ്പ് എന്നതുകൊണ്ട് ഗൂഗിൾ അർത്ഥമാക്കുന്നത് നോട്ട് ആക്ച്വലി ബട്ട് ഹാവിങ് ദി അപ്പിയറൻസ് ഓഫ് പ്രിറ്റൻഡഡ് ഫോൾസ് ഓർ സ്പ്യൂരിയസ് ഷാം എന്നാണ്. മലയാളത്തിൽ ഇതിനർത്ഥം കപടപ്രതീക്ഷ എന്ന് തന്നെയാണ്. ഇത്തരം കപടപ്രതീക്ഷകൾ നൽകിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമലോകം നിലകൊണ്ടത്. ചരിത്രത്തിൽ പലരെയും അത്ഭുതകരമായി രക്ഷിച്ച പല സംഭവങ്ങളും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ വാർത്തകൾ ചെയ്തതും അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടതും ആ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണോ? ഈ സ്യൂഡോ ഹോപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു ജീവിത സാഹചര്യം വിധിക്കാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ വന്നെന്നിരിക്കട്ടെ. ഡോക്ടർ നമ്മളോട് പറഞ്ഞു, ഈ വ്യക്തി ഇനി 4 മാസമേ ജീവിക്കൂ. ഈ അപ്പൻ അല്ലെങ്കിൽ ഈ അസുഖം ബാധിക്കപ്പെട്ട വ്യക്തി നമ്മളോട് ഡോക്ടർ പറഞ്ഞതിനെ പറ്റി ചോദിക്കുന്നു. ആ വ്യക്തിയോട് നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്നും ഇനിയും ഒരുപാട് കാലം നല്ല പയർമണി പോലെ ഓടി നടക്കുമെന്നുമൊക്കെ നമ്മൾ പറഞ്ഞൊരു ഹോപ്പ് കൊടുക്കുന്നു. ഇവിടെ ഈ കൊടുക്കുന്നതിൻ്റെ പേരാണ് സ്യൂഡോ ഹോപ്പ്. നമ്മിൽ പലരും വിചാരിക്കുന്നത് ഇത് നമ്മുടെ സ്നേഹമാണ് എന്നാണ്. പക്ഷേ മെഡിക്കൽ സയൻസ് പോലും ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നതാണ് സത്യം. സ്യൂഡോ ഹോപ്പ് കൊടുക്കരുത് എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്കൊരു ഹോപ്പ് കൊടുക്കുക എന്നത് തന്നെയാണ്. രോഗം വളരെ ഗൗരവമാണ്, നമുക്ക് മരുന്ന് കഴിക്കാം, മനസ്സ് കൈവിടാതെ നമുക്ക് മുന്നോട്ട് പോകാം, ദൈവം മരുന്നിലൂടെ പ്രവർത്തിക്കട്ടെ, ഇങ്ങനെ മെഡിക്കൽ സയൻസിനോട് ചേർന്ന് ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊരു പക്ഷേ ആ വ്യക്തി ചെയ്യാൻ ബാക്കി വെച്ച പല കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹത്തെ സഹായിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായ ഈ സ്യൂഡോ ഹോപ്പ് കൊടുത്ത് മനുഷ്യനെ തകർക്കരുത് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. മാധ്യമങ്ങൾ മനുഷ്യൻ്റെ ഇമോഷനുകളെ തങ്ങളുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുമ്പോൾ ഇല്ലാതാകുന്നത് ശരിക്കുള്ള മാധ്യമധർമ്മമാണ്. ഇതിനിരയാക്കപ്പെട്ടവരോട് കാട്ടേണ്ട മിനിമം നീതിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജോയി എന്ന വ്യക്തിയുടെ കാര്യത്തിലും സമാനമായ നിലപാട് തന്നെയാണ് മാധ്യമങ്ങൾ കൈക്കൊണ്ടത്. സ്യൂഡോ ഹോപ്പ് നൽകിക്കൊണ്ട് മാധ്യമങ്ങൾ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള വിധത്തിൽ കാര്യങ്ങൾ വളച്ചൊടിച്ചു. ഇതാണോ ശരിക്കുള്ള മാധ്യമധർമ്മം? സത്യം വിളിച്ച് പറയുന്നവരാണോ മാധ്യമങ്ങൾ? അതോ മാധ്യമങ്ങൾ പറയുന്നതാണോ സത്യം?